Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരിക്കാരുടെ സ്വന്തം കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് തലശ്ശേരിയിൽ വയറ് കാരണൽ ചടങ്ങിനും അതുപോലെ തന്നെ വീട് കുടികൊടിയലിനൊക്കെ കൊണ്ടുപോകുന്ന മെയിൻ ഐറ്റംസാണ്. നമ്മളെ നാട്ടിൽ ഇടിയപ്പും പാലാണ് കേട്ടോ മെയിൻ. അതുമല്ല അവർക്ക് ഇത് കുട്ടിയുടെ ജെൻഡറൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് പറയുന്നുള്ളത്, ആണാണോ പെണ്ണാണോ എന്നൊക്കെ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കില്ലേ, ഗീ റൈസ് ഉണ്ടാക്കുന്ന അരി, അത് വയനാടൻ കൈമ റൈസ് ഉണ്ടാവില്ലേ, അതുണ്ടെങ്കിൽ അതെടുക്കാം. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത് ആ അരി എടുക്കാം. ഇതിലേക്ക് പിന്നെ സെയിം അളവിൽ തന്നെ 1 കപ്പ് സോന മസൂരി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പുഴുങ്ങലരി ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഇതിനെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കുതിർന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത്. 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ പാകം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒറ്റ ബാച്ചിൽ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇത് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. 2 കപ്പ് അരിക്ക് 1 കപ്പ് ഷുഗർ. ഇത് മീഡിയം മധുരമാണ്, നല്ലോണം ഓവർ മധുരമൊന്നും ഇല്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ ആദ്യം ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അരി അരിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മളുടെ ചോറിൽ പാലക്കാട് മട്ട അരിയുടെ ചോറ് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. പഞ്ചസാര ഇട്ടത് കൊണ്ട് നല്ലോണം ലൂസായിട്ട് പോവും. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇഡ്ഡലിയുടെ ബാറ്ററൊക്കെ ഉണ്ടാവില്ലേ, ആ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇതിൻ്റെ മാവ് വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഏലക്ക മുഴുവനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരക്കുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒരു അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഏലക്കൻ്റെ പീസൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടാവുമല്ലേ, അതുകൊണ്ടാണ് ഇത് ഇത്രയൊക്കെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഏലക്കപ്പൊടിനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് എന്തായാലും വെച്ചിരിക്കണം കേട്ടോ, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുന്നുള്ളൂ. ആ 3 മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല തിക്കായിട്ട് തന്നെ ഈ മാവ് വന്നിട്ടുണ്ട്. കുറച്ച് ലൂസ് പോലെയല്ലേ ആദ്യം അരച്ചിട്ടാകുമ്പോൾ ഉണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ ഇത് ഇഡ്ഡലിൻ്റെ സെയിം ബാറ്റർ പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദോശയൊക്കെ ചുടൂലേ, അതാണ് കേട്ടോ ഇതിൻ്റെ പാകത്തിനുള്ളത്. ഇത്രയും കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ മറ്റോ ഒഴിച്ചെടുത്താൽ മതി. അധികം ഒന്നും വെള്ളം ഒഴിച്ചെടുക്കണ്ട. ഞങ്ങൾക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിയാൽ നമ്മൾ അപ്പം ഉണ്ടാക്കിയാൽ അത് ശരിയാവില്ല. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ബോളിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നുള്ളത്. ആദ്യം ഇങ്ങനെ ബോളിൽ ഒഴിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പിന്നീട് ഞാൻ തവി വെച്ചിട്ട് തന്നെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1.5 കയ്യിൽ നിന്നാണ് നമ്മൾ പറയൽ. അങ്ങനെ ഓയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്താൽ മതി. ഒരുപാട് ഓയിലൊന്നും ഇത് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും നല്ലത് തേങ്ങ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് എണ്ണ കുടിക്കുന്നുണ്ട്, അത് കാരണം തേങ്ങ എണ്ണ ആണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. തീ കൂട്ടിയിടാൻ ഒരിക്കലും പാടില്ല. അപ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലൊക്കെ നല്ല പോലെ ആരെടുത്തിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലത്തേക്ക് ഇങ്ങനെ എണ്ണനെ തൂവി കൊടുക്കണം. ചൂടെണ്ണനെ ഇങ്ങനെ തൂവി കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെയും നല്ല പോലെ വെന്ത് കിട്ടും. എന്നിട്ട് ഇത് എല്ലാ സൈഡിലും ഒരുപോലെ വെന്തതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതിനെ നമ്മൾ
തിരിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഇതിൻ്റെ പാകത്തിനുള്ള കണക്ക്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഞ്ഞിക്കൽത്തപ്പം നമ്മൾക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മേലൊക്കെ ഇങ്ങനെ എണ്ണ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ കൂടുതൽ എണ്ണ ഇതിൽ നിന്ന് പിഴിഞ്ഞിട്ട് തന്നെ പോകുന്നുണ്ട് അതിലേക്ക് തന്നെ. അപ്പോൾ ഇത് തണുത്തിട്ടൊക്കെ കഴിക്കുമ്പോൾ അത്രയൊന്നും അങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾക്ക് മേലെ പൊട്ടിയിട്ടൊക്കെ പോകുന്നില്ലേ, അപ്പോൾ ആ നാട്ടിൽ അങ്ങനെ പൊട്ടിയിട്ട് മേലെ ഇങ്ങനെ ഒഴുകുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പെൺകുട്ടിയാന്നൊക്കെയാണ് പറയുന്നുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയെന്നും. അപ്പോൾ ഇതിലേക്ക് ഒരു ഫില്ലിങ്സ് അല്ല, ഒരു പണ്ടം ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് ചെറിയ ഫ്രഷ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം റോസ്റ്റൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സൈഡിൽ ഇതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നത് കാണാം. എന്താ കണ്ടോ, നല്ല ആരെടുത്ത് വരുന്നുണ്ട്. നല്ല ആരെടുത്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഉരുളിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ അപ്പച്ചട്ടിയില്ലേ, അപ്പം ചുടുന്ന നമ്മൾ വെള്ളപ്പൊക്കെ ചുടുന്ന വെള്ളപ്പച്ചട്ടി അതിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. സാധാരണ നോർമൽ ചീൻചട്ടി ഉണ്ടാവില്ലേ കുഴിയുള്ളത്, അതിൽ എപ്പോഴും ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴത്തേനും നമ്മളുടെ തേങ്ങ ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഓവർ മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പാകത്തിനുള്ള മധുരമാണ്. ഇതിലേക്കും ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കടലവേളയില്ലേ, അത് കടലപ്പരിപ്പ് അത് കൂടി വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പക്ഷേ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പ്രത്യേക തരം ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ വെറുതെ തന്നെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഈ അപ്പത്തിൻ്റെ സെയിം ഡൂപ്പായിട്ട് നമ്മളുടെ നാട്ടിൽ മാൽപ്പൊരി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് കിട്ടുന്നുമുണ്ട് കടകളിൽ നിന്നൊക്കെ, നമ്മളുടെ നാട്ടിൽ ബേക്കറിയിലൊക്കെ. അപ്പോൾ അതിനെ സെയിം സാമീപ്യമാണ് ഇതിനുള്ളത്. പക്ഷേ ഇത് ഓവറായിട്ട് നമ്മളിങ്ങനെ കരിച്ചെടുക്കണ്ട കേട്ടോ. കരിച്ചെടുത്താൽ സൈഡൊക്കെ നല്ലോണം ഉറപ്പ് കെട്ടിയിട്ട് ഹാർഡായിട്ട് പോലെ തോന്നും. അപ്പോൾ കുറച്ച് മാത്രം അടിയിൽ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമ്മൾ എടുക്കുക. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു കൽത്തപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തും ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ആരടിച്ചിട്ടാണ് ഇതുള്ളതെന്ന്. എന്താ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഞ്ഞിക്കൽത്തപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കേ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് നമ്മളെ നാട്ടിലെ മെയിൻ ഇടിയപ്പം പാലും ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.